ബറോസിന്റെ റിലീസ് തടയണമെന്ന ഹർജി തള്ളി കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി എറണാകുളം ജില്ലാ കോടതി തള്ളി. 2008 പുറത്തിറങ്ങിയ മായ എന്ന നോവലിൽ നിന്നും കോപ്പിയടിച്ചാണ് ബറോസിന്റെ കഥയെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഈ വാദം നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഹർജി തള്ളിയത്. 2018 പുറത്തിറങ്ങിയ ജിജോ പുന്നൂസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ബറോസ് ഒരുങ്ങുന്നത്. ജോർജ് തുണ്ടിപ്പറമ്പിൽ രചിച്ച മായ എന്ന നോവലിൽ കാപ്പിരി മുത്തപ്പനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നും ഇത്തരത്തിലൊരു ഇറോട്ടിക് നോവലിനെ കുട്ടികളുടെ നോവലായ ബറോസുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ലെന്നും ബറോസ് ടീം കോടതിയിൽ വാദിച്ചു. പെൺകുട്ടിയുടെ കഥാപാത്രത്തിന് മാത്രമേ ഭൂതത്തെ കാണാൻ കഴിയുള്ളൂ, ഭൂതത്തിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാൻ കഴിയില്ല എന്നിവ തന്റെ നോവലിൽ നിന്നും കോപ്പി അടിച്ചതാണെന്നും മായയുടെ കഥാകൃത്ത് കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ 1984 ഇറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ പോലും ഇക്കാര്യങ്ങൾ ഉണ്ടെന്നാണ് ജിജോ പുന്നൂസിന്റെ മറുപടി. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായിട്ടാണ് ബറോസ് തിയേറ്ററുകളിലെത്തുന്നത്. മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നതും. സിനിമയിലെ ഗാനങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചിത്രത്തിലെ ഇസബെല്ല എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്.